ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനമൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കൂടെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട്, ലൈക്ക് 1K ആണ്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ഗൗതമിനെയും അർജുനെയാണ്. അങ്ങനെ ഗൗതം പറയുകയാണ്, ഞാനൊരു തെറ്റുകാരൻ തന്നെയാണ്. അഭിരാമി തെറ്റുകാരിയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനും തെറ്റുകാരനാണ്. ആ തെറ്റിന് കൂട്ടുനിന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്നെ പോലീസ് പിടിക്കണം, എനിക്ക് പോലീസിന് കീഴടങ്ങിയേ പറ്റൂ, എൻ്റെ യൂണിഫോമിന് എനിക്ക് നീതി കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, ഏട്ടൻ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഏട്ടാ അരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്. നിന്നോട് മാറിപ്പോകാനാ പറഞ്ഞത്, നീ ഇവിടെ നിൽക്കരുത്, നീ മാറിപ്പോ എന്ന് പറഞ്ഞ് നമ്മുടെ അർജുനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്കുന്നു. പക്ഷെ അർജുൻ പോകുന്നില്ല, ഗൗതം തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. ഏതായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമ്മീഷണറിനെയാണ്. അപ്പം കമ്മീഷണറിന്റെ അടുത്തേക്ക് നമ്മുടെ ഗൗതം കയറി ചെന്നു കേട്ടോ. അങ്ങനെ ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞാണ് കയറി ചെന്നത്. അപ്പോൾ ഈ പോലീസുകാരൻ പറഞ്ഞു, അതായത് കമ്മീഷണർ പറഞ്ഞു, തന്നെക്കുറിച്ച് കുറച്ച് പരാതിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോടോ. അതെന്ത് തന്നെ ആയാലും അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു സാർ. താനെന്താടോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് പിന്നെ സാർ, ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ഇമ്പോർട്ടൻ്റ് മാറ്റർ പറയാനാണ്. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ രാജിവെക്കുക. രാജിവെക്കുകയാണെന്നോ? എന്താ ഈ പറയുന്നത്? ഇല്ല സാർ, എനിക്ക് ഇനി ഈ സർവീസിൽ തുടരാൻ കഴിയില്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല. കൺട്രോൾ യുവർ സെൽഫ്, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഏതൊരവസ്ഥയിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു കൈവിടരുത് എന്ന് പറഞ്ഞിട്ടില്ല, അതിനൊരു ട്രെയിനിങ് വരെ കിട്ടിയതല്ലേ. ഇല്ല സാർ, എനിക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ തുടരാനുള്ള യോഗ്യതയില്ല. ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് ചെയ്തേ പറ്റൂ. എൻ്റെ തീരുമാനങ്ങളെ സാറ് മാനിക്കണം. അല്ല, ഇതിന് കാരണം എന്താ? ക്യാപ്റ്റൻ അഖിലേനെ പിടിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ താൻ ഇങ്ങനെ ഒരു രാജിക്കത്ത് ഇവിടെ തരുന്നത്? അതെ, ഞാനൊരു കാര്യം പറയട്ടെ, അതൊക്കെ ചെറിയ നാണക്കേടൊക്കെ ആയിരിക്കാം, പക്ഷെ അതിന്റെ പേരിൽ രാജിവെക്കാന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരമാണ്. താൻ ഈ കാണിക്കുന്നത് അങ്ങേയറ്റത്തെ മണ്ടത്തരമാണ്. അല്ല സാർ, സാർ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസാ. ക്യാപ്റ്റൻ അഖില സ്വന്തം മിടുക്കുപയോഗിച്ച് രക്ഷപ്പെട്ടു പോയതല്ല. ഇത്രയും ദിവസം അവർ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കഴിയാൻ കാരണം ഒരു പോലീസുകാരന്റെ സഹായം അവർക്ക് കിട്ടിയത് കൊണ്ടാ. എന്താ ഗൗതം ഈ പറയുന്നത്? ഒരു പോലീസുകാരൻ അവരെ സഹായിച്ചെന്നോ? ഒരിക്കലും ഞാനിത് സമ്മതിച്ചു തരില്ല. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഒരാളില്ല. ഐ ആം ഷുവർ, എനിക്കത് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു, ഉണ്ട് സാർ, അങ്ങനെ ഒരാളുണ്ട് സാർ. ഞാൻ അയാള് ഈ യൂണിഫത്തിനോട് ഞാൻ അനീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു പ്രവൃത്തി ചെയ്തത്. എന്താ ഗൗതം ഈ പറയുന്നത്? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. സ്വബോധത്തോടെയാണോ താൻ ഈ സംസാരിക്കുന്നത്? അതെ സാർ, സ്വബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ തന്നെയാ ക്യാപ്റ്റൻ അഖിലയെ സംരക്ഷിച്ച് നിർത്തിയതും ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതൊക്കെ ഞാനാണ്. അവിടെയൊക്കെ അഭിരാമി ഗൗതം എന്ന പേരിലാണ് അറിയപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു കളിക്കൂട്ടുകാരി തന്നെ ആയിരുന്നു ഈ അഭിരാമി എന്ന ക്യാപ്റ്റൻ അഖില എന്നൊക്കെ പറഞ്ഞ് കഥകൾ ഫുള്ളും ആ പോലീസ്, അതായത് കമ്മീഷണറിനോട് പറയുകയാണ് നമ്മുടെ ഗൗതം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കമ്മീഷണർ ആകെപ്പാടെ ഞെട്ടി കേട്ടോ. കഥ എന്ന് പറഞ്ഞാൽ ഫുൾ കഥ പറയുന്നുണ്ട്. സൂരജ് ആരാണെന്നും സൂരജ് തന്റെ ജീവൻ രക്ഷിച്ച കാര്യവും ഇവരൊരുമിച്ച് ഒരു ഗ്യാങ് ആയിരുന്നു എന്നും അതുകൊണ്ടാണ് താൻ അഖിലേനെ സംരക്ഷിക്കാൻ നോക്കിയത് എന്നും അഖില എന്നല്ല അഭിരാമി എന്നാണ് അവളുടെ പേര് എന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് കമ്മീഷണർ ഞെട്ടി ഇങ്ങനെ ഇരിക്കുക. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കമ്മീഷണർ പറഞ്ഞു, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അഭിരാമി എന്ന ആ സ്ത്രീയുടെ അടുത്ത് ഒരാളുണ്ട് എന്ന് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഭാര്യയുണ്ടല്ലോ, നന്ദ. അത് നിങ്ങൾ മറക്കരുത്. അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഇതൊക്കെ പറയാന്. പിന്നെ ഈ ഭാര്യ, നിങ്ങളുടെ ഭാര്യ തന്നെയാണ് എന്നെ അടുത്ത് പറഞ്ഞത്, അഭിരാമി എന്ന ഒരു സ്ത്രീയാണ് നിങ്ങളുടെ പുറകെ നടപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്ദ ആ ഡീറ്റെയിൽസ് ഒക്കെ എന്നോട് പറഞ്ഞു തന്നതാണ്. ഇപ്പോഴാണ് സത്യത്തിൽ എനിക്ക് കാര്യം പിടികിട്ടിയത്. നന്ദയോ? നന്ദ അങ്ങനെ പറഞ്ഞോ? നന്ദ എന്നോട് അങ്ങനെ പറഞ്ഞു. പക്ഷെ ക്യാപ്റ്റൻ അഖിലയാണ് എന്ന് ഈ അഭിരാമി എന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യ സാർ, എനിക്ക് പിന്നെ ADGPനെ വിളിച്ചു പറയണം എന്നിങ്ങനെ പറഞ്ഞപ്പം ഇല്ല, ഒരിക്കലും ഇല്ല. ഏതായാലും താൻ രാജ്യദ്രോഹമൊന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. വേറെ ഒരു ദ്രോഹവും താൻ ചെയ്തിട്ടില്ല. ഒരാളെ സംരക്ഷിച്ചു, ഇതൊരു ദ്രോഹം തന്നെയാണ്. എങ്കിലും എത്ര പേരാടോ ഇവിടെയൊക്കെ അനീതി ചെയ്ത് ജീവിക്കുന്നത്?
എത്ര പേര് അനീതി ചെയ്ത് ഇപ്പോഴും ജീവിക്കുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പലരും പല കള്ളത്തരങ്ങളും കാണിച്ച് ജീവിക്കുന്നുണ്ട്. അവരൊക്കെ പിടിക്കപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. താന് ചെയ്തൊരു തെറ്റാണെന്ന് തനിക്കറിയാം. പിന്നെ തന്റെ കളിക്കൂട്ടുകാരിയെ താനൊന്ന് സഹായിക്കാൻ നോക്കി. അതെനിക്ക് കണ്ണടയ്ക്കാന്നുള്ള കേസേ ഉള്ളൂ. അതുകൊണ്ട് താന് ഒരു വലിയ തെറ്റ് ചെയ്തെന്നുള്ള ആ ഒരു ഇതങ്ങ് മാറ്റ്. അത് കഴിഞ്ഞിട്ട് താനൊന്ന് ചിന്തിക്ക്. നമ്മളെക്കാളും ഒരുപാട് തെറ്റ് ചെയ്യുന്നവർ ഈ കുപ്പായം ഇട്ടിട്ടും അതുപോലെ തന്നെ വെള്ള കുപ്പായം ഇട്ടൊക്കെ ഉണ്ട്. അവരൊക്കെ മറിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് തന്നെ ഇതിന് മുമ്പിൽ കൊണ്ടുവരാനും വെളിച്ചത്ത് കൊണ്ടുവരാനൊന്നും അതിന്റെ ഒന്നും കാര്യമില്ലടോ. ഇതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പൊക്കോളും. അതുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിട്ടു നിൽക്കാനോ ഈ പോലീസ് കുപ്പായി ഊരുവെക്കാനോ രാജിക്കത്ത് തരാനോ ഒന്നും താൻ തയ്യാറാകണ്ട. അതിനുള്ള അതൊന്നും തനിക്കില്ലടോ. താന് ഒരു തെറ്റു ചെയ്തു, അതെന്നോട് ഏറ്റു പറഞ്ഞു. ഇത് നമ്മൾ രണ്ടും അല്ലാതെ വേറെ ആരും അറിയണ്ടടോ എന്നൊക്കെ ഇങ്ങനെ കമ്മീഷണർ പറയുകയാണ്. ഏതായാലും കമ്മീഷണർ പറയുന്നത് ശരിയാണ്. തെറ്റുകൾ ചെയ്യുന്ന പലരും പോലീസിന്റെ വേഷമിട്ട് മറിഞ്ഞു നടപ്പുണ്ട്. അവരൊന്നും വെള്ള പൂച്ചാൻ ശ്രമിക്കുന്നല്ലാതെ പുറത്തൊന്നും ആരും കൊണ്ടുവരുന്നില്ല. എങ്കിൽ പിന്നെ എന്തിന് നമ്മുടെ ഗൗതത്തിനെ കൊണ്ടുവരണം? ഗൗതം ചെയ്തത് തെറ്റാണെന്ന് ഗൗതമിന് അറിയാം. ഏതായാലും അതുകൊണ്ട് തന്നെ കമ്മീഷണർ പറയുന്നത് നമ്മുടെ ഗൗതം കേൾക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ നന്ദേനെ കാണിക്കുകയാണ്. നന്ദ ബാഗൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തയ്യാറായിട്ട് വരികയാണ്. മനസ്സൊക്കെ ആകെപ്പാടെ കൈവിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഗൗതമിന്റെ ആ ഒരു അവിഹിത ബന്ധമാണ് ഏറെ കൂടുതൽ നമ്മുടെ നന്ദേനെ വേദനിപ്പിക്കുന്നത്. അങ്ങനെ ബാഗൊക്കെ ആയിട്ട് വന്ന നമ്മുടെ നന്ദയോട് ലക്ഷ്മി പറഞ്ഞു, എങ്ങോട്ടാ നീ ബാഗൊക്കെ ആയിട്ട്? അല്ല, ഞാൻ പറഞ്ഞത് അമ്മ മറന്നോ? ഞാൻ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഗൗതം സാറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ എന്തിനാ ഞാൻ ഇവിടെ കഴിയണത്? നന്ദ മോളെ, നീ എന്തൊക്കെ ഈ പറയുന്നത്? മോളെ, നീ ഈ വീട് വിട്ട് ഇറങ്ങി പോകരുത്. എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ഇല്ല, ഞാൻ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തതൊന്നുമല്ല. ഞാൻ ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാ. അപ്പോഴത്തേക്ക് നമ്മുടെ അരുന്ധതിയോട് പറഞ്ഞു, ഏടത്തി ഇത് കേട്ടില്ലേ? ഏടത്തി ഇവളോട് പോവരുതെന്ന് പറ. അപ്പൊ അരുന്ധതി ചോദിച്ചു, അല്ല നീ എങ്ങോട്ടാ ഈ പോകുന്നത്? അല്ല, എന്തിനാ നീ പോകുന്നത്? അത് പിന്നെ ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാന് എനിക്ക് ആരുമൊന്നുമില്ല. പക്ഷെ എൻ്റെ അച്ഛൻ സമ്പാദിച്ച ഒരു കൊച്ചു വീട്, ഒരു ഭൂമി, അതെനിക്കുണ്ട്. അങ്ങോട്ടേക്ക് എനിക്ക് പോകണം. അപ്പോഴത്തേക്കാണ് നമ്മുടെ മോഹിനി പറയുന്നത്, കത്തുന്ന കപ്പലെന്നേ അല്ലെങ്കിൽ മുങ്ങുന്ന കപ്പലെന്നേ ആദ്യം ചാടി രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഇനി തീവ്രവാദ കേസിന്റെ പുറകെ ആയിട്ട് പോലീസാണോ പട്ടാളോ ആണോ വരുന്നതെന്ന് ആർക്കറിയാം. അതിന് ഞാൻ എൻ്റെ രക്ഷ നോക്കി പോകുന്നതല്ല. ഇങ്ങനെ ഒരാളെ സ്നേഹിച്ചല്ലോ, ഭാര്യയായി ജീവിച്ചല്ലോ, അതോർത്തിട്ട് ഞാൻ എന്നെ തന്നെ ശപിക്കുക. എനിക്ക് നാണക്കേട് തോന്നുക. ഇല്ല, ഇനി ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. ഞാനേ ഒരു പോലീസുകാരന്റെ മോളാ. അതിന്റെ ഒരു ആത്മാഭിമാനം എനിക്കുണ്ട്. ആ അഭിമാനം പണയം വെച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പോകുക വല്യമ്മേ, എന്നെ തടയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകാൻ തുടങ്ങുന്നു. ഇതൊക്കെ കണ്ടിട്ട് പിങ്കി ആസ്വദിച്ച് നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം പിങ്കിക്ക്. പിങ്കി വിചാരിച്ച കാര്യങ്ങളൊക്കെ അതേപടി നടന്നു. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ അർജുൻ വീട്ടിലേക്ക് കയറി വരുന്നത്. നമ്മുടെ നന്ദ ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അങ്ങനെ നന്ദയുടെ ബാഗും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ അർജുന് പിടികിട്ടി. എന്നിട്ട് നന്ദയോട് ചോദിച്ചു, അല്ല നന്ദ എങ്ങോട്ടായി പോകുന്നത്? എടാ മോനെ, നീ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ? ഗൗതം ഈ കുടുംബം നശിപ്പിച്ചു. അപ്പൊ നമ്മുടെ അർജുൻ അതൊന്നും കേൾക്കാതെ നന്ദയോട് പറഞ്ഞു, എന്താ വീണ്ടും ഒരു ഇറങ്ങിപ്പോക്കാണോ? അർഹതയില്ലാത്തവരെ ഞാൻ സ്നേഹിച്ചു, അതാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അല്ല നന്ദയെ എന്തറിഞ്ഞിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? എല്ലാം അറിഞ്ഞു. അർജുന്റെ ചേട്ടൻ കൊണ്ടു നടക്കുന്ന സ്ത്രീ ഒരു ടെററിസ്റ്റ് ആണെന്ന് വരെ ഞാൻ അറിഞ്ഞു. അതെ നന്ദ, നീ മനസ്സിൽ കരുതിയ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയി. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ പിങ്കി വന്നിട്ട്, കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയ ആള് തന്നെ. കിടക്കുന്ന തലകണക്കടിയിൽ തോക്കാണോ അതോ ഇനിയിപ്പോ വേറെ എന്തൊക്കെയാണോന്ന് വരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പറഞ്ഞു, ദേ പിങ്കി നിർത്ത്. ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ദേ ഏട്ടൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം പറഞ്ഞാൽ മതി ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതി പറഞ്ഞു, അതെ അഭിരാമി എന്ന പെണ്ണിന്റെ പുറകെ ഇപ്പം നമ്മുടെ ഗൗതം. പിന്നെ ആ അഭിരാമിയുടെ കെട്ടിയവനായിരുന്നു സൂരജ്. അതിനെ പോലീസ് വെടിവെച്ചു കൊന്നു. ഇവളെ കൊല്ലാൻ വേണ്ടി നടക്കുന്നു. ഇനി ഇതിന്റെ അപ്പുറം എന്താ നമ്മൾ അറിയേണ്ടത്? ഒരു ടെററിസ്റ്റിനെ സ്നേഹിക്കുന്ന ഗൗതം, അതുമല്ലേ നമുക്കറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ അർജുൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ അഖില സൂരജ് എന്ന പേര് മാത്രം, അഖില ആദിത്യൻ എന്ന പേര് മാത്രമല്ലേ അറിയത്തുള്ളൂ? സൂരജ് എന്നല്ല കേട്ടോ നമ്മുടെ അരുന്ധതി പറഞ്ഞത്, ആദിത്യൻ എന്നാണ്. ഞാൻ ഇടയ്ക്ക് സൂരജ് എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും ഈ
ആദിത്യനും അഖില എന്നും അല്ലാതെ മറ്റൊരു പേര് ഇവർക്കുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമോ? അല്ല, ഒരു അഭിരാമിയും സൂരജ് ഇവിടെ വരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, ഓർക്കുന്നുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് എന്തോ ഒരു ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതമിന്റെ ജീവൻ രക്ഷിച്ചത് സൂരജ് മോന. എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. അല്ല, ഏടത്തി അവൻ എന്തോ ഒരു ഗിഫ്റ്റും കൊടുത്തില്ലായിരുന്നു അന്ന് സൂരജിന്? ഹേയ്, എന്തോ ഒന്നുമല്ല, ഞാൻ അന്നൊരു സ്വർണ്ണമാല തന്നെയാ അവന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തത്. അവനോടുള്ള ആ കടപ്പാട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവനില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഗൗതം ഇന്നില്ല. എങ്കിൽ പിന്നെ ആ കടപ്പാടും ഗൗതമേട്ടൻ മറന്നിട്ടില്ല. അതുകൊണ്ടാ പാവം ഗൗതമേട്ടന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എന്താ അർജുൻ നീ പറയുന്നത്? വ്യക്തമായി പറ. ആ സൂരജില്ലേ, ആ സൂരജ പോലീസ് വെടിവെച്ച് കൊന്ന ക്യാപ്റ്റൻ ആദിത്യൻ. ഇത് കേട്ടതും ഒന്ന് ഞെട്ടിപ്പോയിട്ടാ നമ്മുടെ ലക്ഷ്മിയും ഈ പറയുന്ന നന്ദയും അരുന്ധതിയും പിങ്കിയും ഒക്കെ ഞെട്ടി വിറച്ചു നിൽക്കുകയാണ്. കാരണം തന്റെ ജീവൻ രക്ഷിച്ച ആളെയാണ് ആളുടെ ഭാര്യേനെയും കുഞ്ഞിനെയാണ് താൻ സംരക്ഷിക്കാൻ നോക്കിയത് എന്നറിഞ്ഞപ്പോൾ മുതൽ അവിടെ സത്യം പറഞ്ഞിട്ടുണ്ട്, നന്ദയും ഉരുകി ഇല്ലാതായി പോയി എന്ന് പറയുന്നതാണ് സത്യം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗതം പറഞ്ഞു, അതെ, ക്യാപ്റ്റൻ അഖില ഈ സൂരജിന്റെ ഭാര്യയാണെങ്കിലേ ആ ക്യാപ്റ്റൻ അഖില ആരാണെന്ന് അറിയാമോ? നമ്മുടെ അഭിരാമിയാണ് ക്യാപ്റ്റൻ അഖില. ഇതൂടെ കേട്ടപ്പോഴത്തേക്കും വീണ്ടും എല്ലാ കൺട്രോളും പോയിട്ടോ, നമ്മുടെ നന്ദയുടെയും ലക്ഷ്മിയുടെയും അരുന്ധതിയുടെയും ഒക്കെ. അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ഏകദേശം സത്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. എന്നിട്ട് അർജുൻ പറഞ്ഞു, ആമിയുടെ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഗൗതമേട്ടൻ തീരുമാനിച്ചു. അത്രയെങ്കിലും നന്ദി കാണിച്ചില്ലെങ്കിലേ പിന്നെ മനുഷ്യനായിട്ട് ജീവിക്കുന്നതിൽ എന്തർത്ഥമോ വല്യമ്മ ഇരിക്കുന്നത്? ഗൗതമേട്ടൻ ചെയ്ത് തെറ്റാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും കൂടെ ആ പാവം മനുഷ്യനെ ക്രൂശിൽ കയറ്റരുത്, ഒരിക്കലും ക്രൂശിൽ കയറ്റാൻ പാടില്ല. ഇനി നന്ദയ്ക്ക് തീരുമാനിക്കാം ഇവിടെ നിൽക്കണമോ അതോ പോണമോ, സ്നേഹിച്ചത് അർഹതയില്ലാത്തവനെയാണോ അർഹതയുള്ളവനെയാണോ എന്നൊക്കെ എല്ലാം നന്ദയ്ക്ക് തന്നെ തീരുമാനിക്കാം. ഒറ്റ ഒരു ഇതിൽ നമ്മുടെ നന്ദയുടെ കയ്യിലിരുന്ന ബാഗ് താഴെ പോയിട്ട് നന്ദ പതുക്കെ അവിടെ ആ ഭിത്തിയിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നന്ദ ചെയ്തത് വലിയൊരു തെറ്റായി പോയി എന്ന് നന്ദയ്ക്ക് അപ്പോഴാണ് തോന്നുന്നത് കേട്ടോ. താലി വരെ ഊരി കൊടുത്തു. ഏതായാലും സത്യം അറിയാതെയാണല്ലോ താൻ ഇതൊക്കെ ചെയ്തത് എന്ന് ഓർത്തിട്ട് പശ്ചാത്താപിച്ച് നിൽക്കുന്ന നമ്മുടെ നന്ദ. വീണ്ടും കാണിക്കുന്ന നമ്മുടെ നന്ദേനെയാണ്. നന്ദ റൂമിൽ പോയിരുന്ന് ഗൗതമിനോട് ഇങ്ങനെ മാപ്പൊക്കെ പറയുകയാണ് കേട്ടോ. ഞാൻ എന്തിനാ ഗൗതം സാറിനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? സത്യം അറിയാതെയാണ് സാർ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നോട് ക്ഷമിക്കണം സാർ എന്നൊക്കെ പറഞ്ഞ് സ്വയം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമിനോട് എന്തൊക്കെയോ പറയുകയാണ്. ഗൗതം അവിടെ ഇല്ല എങ്കിൽ പോലും താൻ ചെയ്ത് വലിയൊരു തെറ്റാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആണ് ആ ഒരു റൂമിനകത്തിരുന്ന് കരയുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ലക്ഷ്മിയും ഭയങ്കര കരച്ചില്. ലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ അരുന്ധതിയുടെ മുമ്പിലാ കരയുന്നത്. ഈശ്വര, എന്തൊരു ക്രൂരതയാ നമ്മളെല്ലാവരും കൂടി ഗൗതമോനോട് ചെയ്തത്. സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെയല്ലേ അവനെ നമ്മൾ ക്രൂശിച്ചത്. ദൈവമേ, ഈ മഹാപാവമൊക്കെ നമ്മൾ എവിടെ കൊണ്ട് കളയും? ഒന്നും അറിയാത്ത അവനെ കല്ലെറിയാനായിട്ട് എന്തൊരു ഉത്സാഹമായിരുന്നു. അതിന് ലക്ഷ്മി, നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണോ? നമ്മളും മനുഷ്യരല്ലേ. ഒരാളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് ചികഞ്ഞു നോക്കാൻ പറ്റുമോ? തുന്നിച്ചു നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതറിയാതെയല്ലേ നമ്മൾ ഇതൊക്കെ സംസാരിച്ചതും അവനെ ഒരു കുറ്റക്കാരനായിട്ട് കണ്ടതും. ക്ഷമിക്കുക, അല്ലാതെ ഇപ്പൊ എന്നാ ചെയ്യാനാ? അപ്പൊ നമ്മുടെ അർജുൻ പറഞ്ഞു, ദേ ഞാനൊരു കാര്യം പറയാം. ഇത്രയും കാലം ഈ വീട്ടിലുണ്ടായിരുന്ന ഒരാൾക്കെതിരെ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പം കുറച്ച് സൂക്ഷിക്കാമായിരുന്നു. അപ്പം നമ്മുടെ മോഹിനി പറഞ്ഞു, ഓ അങ്ങനെയെങ്കിൽ ആദ്യം കുറ്റം പറയേണ്ടത് നിന്റെ ഭാര്യ പിങ്കീനെയല്ലേ? അവളല്ലേ വിധിക്കാൻ വേണ്ടി മുന്നിൽ നിന്നത്, കുറ്റങ്ങൾ കണ്ടുപിടിച്ചതും ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയതും, അല്ലാതെ വേറെ ആരും അല്ലല്ലോ. പിങ്കി നന്ദി ഈ വീട്ടിൽ വന്നിട്ട് 1 വർഷമല്ലേ ആയുള്ളൂ. പക്ഷെ മറ്റുള്ളവർ വന്നിട്ട് എത്ര വർഷമായി? മറ്റുള്ളവർ എത്ര വർഷം നമ്മുടെ ഗൗതമേട്ടന്റെ കൂടെ ജീവിച്ചു? എന്നിട്ട് ഗൗതമേട്ടനെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അരുന്ധതി പറഞ്ഞു, ഇതുവരെ ഒരു കാര്യത്തിലും ഗൗതമിനെ കുറ്റം പറയാത്ത ആളായിരുന്നു ഞാന്. പക്ഷെ എന്റെ നാവിൽ നിന്നും അതൊക്കെ വീണു പോയല്ലോ. അല്ല അർജുൻ, അവൻ നിന്നോട് വരുന്ന കാര്യം വല്ലതും സൂചിപ്പിച്ചായിരുന്നോ? അപ്പൊ നമ്മുടെ അർജുൻ പറഞ്ഞു, പറഞ്ഞില്ല, മനസ്സിൽ ഇങ്ങനെ പറയാണ്. എന്നോട് പറഞ്ഞത് ഇവിടെ പറഞ്ഞാൽ അത് കൂടുതൽ വിഷമമാകും, അതുകൊണ്ട് അതിവിടെ പറയാതിരിക്കുന്നത് നല്ലത്. അപ്പൊ അരുന്ധതി വീണ്ടും പറഞ്ഞു, അർജുൻ വരണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നോ? എനിക്കൊന്നും കഴിഞ്ഞില്ല വല്യമ്മേ. ഏട്ടനാകെ തകർന്നിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എന്താ ഏട്ടനോട് പറയേണ്ടത്? എന്താ ഏട്ടനോട് ചെയ്യേണ്ടത്? ഞാൻ പറയുന്നൊന്നും കേൾക്കാനും ഒന്ന് കൂട്ടാക്കിയില്ല ഏട്ടൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇതേ സമയം നമ്മുടെ ഗൗതം കയറി വരികയാണ്. അപ്പൊ ഗൗതം കയറി വരുന്നത് ആദ്യം കണ്ടത് നമ്മുടെ അർജുൻ തന്നെയാണ്. അപ്പൊ അർജുൻ തിരിഞ്ഞു നോക്കി. അപ്പൊ പിന്നെ മോഹിനിയും കണ്ടു. മോഹിനി, ഗൗതമേട്ടൻ വന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മുടെ നന്ദയും തിരിഞ്ഞു നോക്കി. എന്നിട്ട് അരുന്ധതി ചെന്നിട്ട്, ഗൗതം കാര്യങ്ങളൊക്കെ അറിഞ്ഞു മോനെ, ഞങ്ങള് അർജുൻ മോൻ പറഞ്ഞപ്പോഴാ എല്ലാ സത്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിയത്. നിനക്കിതൊന്നും നേരത്തെ പറയായിരുന്നില്ലേ? എന്തിനാ ഞാൻ നേരത്തെ പറയേണ്ടത്?
അതുകൊണ്ട് ഇപ്പൊ എന്ത് വ്യത്യാസം ഇവിടെ ഉണ്ടാകുന്നത്? ഒരു വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അല്ല, എല്ലാവരും നിന്നെ ഇത്രയ്ക്കും കുറ്റം പറയുമായിരുന്നോ മോനെ? സംശയിക്കുമായിരുന്നോ മോനെ? കുറ്റം പറയാനിരിക്കുന്നവർക്കും സംശയിക്കാനിരിക്കുന്നവർക്കും ഒക്കെ എന്നും ഓരോ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ കിട്ടും. ഒരാളെ വിശ്വസിക്കാനാ എന്നും മനുഷ്യർക്ക് പാട്. പക്ഷെ അവിശ്വസിക്കാൻ ഒരു പാടുമില്ല. അതിനി മാറാനേ പോകുന്നില്ല. അല്ല മോനെ, വല്യമ്മയും അമ്മയും ഒക്കെ നീ കുറ്റം പറയരുതേ. ഞങ്ങൾക്കത് ഒരിക്കലും സഹിക്കില്ല മോനെ. ഇല്ലമ്മേ, ഇല്ല വല്യമ്മേ, ഞാൻ ഒന്നിനുമില്ല. മടുത്തു, മതിയായി, എല്ലാം മതിയായി എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുകയാണ്. അപ്പം ലക്ഷ്മി പറഞ്ഞു, എന്നാലും സൂരജും ആമിയും ആയിരുന്നു അതെന്ന് ഒരു വാക്കെങ്കിലും നിനക്ക് ഇവിടെ പറയായിരുന്നില്ലേ മോനെ? ആ സാഹചര്യം ഒന്നും ആർക്കും മനസ്സിലാവില്ലമ്മേ. മനസ്സിലാവണമെങ്കിലേ ആ മാനസികാവസ്ഥയിൽ നമ്മൾ പോയി നിൽക്കണം. എങ്കിൽ മാത്രമേ ആ സാഹചര്യമൊക്കെ മനസ്സിലാകത്തുള്ളൂ. ശത്രുക്കളെ ഏതു വിധേനയും അമർച്ച ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കൊന്നത് നമ്മുടെ സൂരജിനെയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ തകർന്നു പോയി. ഇനി കൊല്ലാനുള്ളത് നമ്മുടെ ആമിയെയും അവന്റെ കുഞ്ഞിനെയാണെന്ന് അറിഞ്ഞപ്പം എന്റെ കൺട്രോള് വിട്ടുപോയി. എന്റെ സമനില തെറ്റിപ്പോയി. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കണം, ആ ആമിയെ രക്ഷിക്കണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ചെയ്യാൻ കഴിയുമോ സൂരജിനോട് ആ ക്രൂരത? അല്ല, നീ ഒരു പട്ടാളക്കാരനല്ലേടാ? ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ അർജുനോട് ഗൗതം ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുനും ആകെ തകർന്നു പോയിട്ടോ. എന്നിട്ട് നമ്മുടെ ഗൗതം പറഞ്ഞു, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ ആമിയുടെ ഉത്തരവാദിത്വം മുഴുവൻ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അതൊരു വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ മനസ്സിനെ ഞാനിപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. ഡ്യൂട്ടിയാണ് വലുതെന്ന് ഇപ്പം ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു എന്ന ചിന്തയാ ഇപ്പോഴും എന്നെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാവം കുഞ്ഞ്, ഭൂമിയിൽ ഇതുവരെ പിറക്കാത്ത ആ കുഞ്ഞ് എന്ത് പാപക്കറ ചെയ്തിട്ടാ നമ്മൾ ആ കുഞ്ഞിനെ ബലിയാടാക്കിയത്? നമ്മുടെ ഗൗതം ഇത്രയും പറഞ്ഞപ്പം നന്ദയാകെ തകർന്നു പോകുകയാണ് കേട്ടോ. നന്ദയാണെങ്കിൽ വല്ലാണ്ടങ്ങായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് നന്ദ നിൽക്കുന്നത്. സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നന്ദ ഇത്രയും സീനിൽ വരുന്നില്ല. നമ്മുടെ നന്ദ ബെഡ്റൂമിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സീനിൽ നമ്മുടെ നന്ദേനെ കാണിക്കുന്നില്ല. ഏതായാലും നമ്മുടെ ഗൗതം ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നന്ദ ബെഡ്റൂമിലായിരുന്നു കേട്ടോ. അപ്പോൾ സോറി, ഒരു ചെറിയൊരു തെറ്റെനിക്ക് പറ്റിയതാണ്. അങ്ങനെ നമ്മുടെ മോഹിനിയാണ് നന്ദേനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി അകത്തേക്ക് കയറി പോകുന്നത്. അത് അരുന്ധതി പറഞ്ഞിട്ട് ഗൗതം വന്നിട്ടുണ്ട് എന്ന് അരുന്ധതി പറഞ്ഞു നന്ദയോട് പറയാൻ. അത് പറഞ്ഞിട്ട് മോഹിനി നേരെ അകത്തേക്ക് കയറി പോയി നമ്മുടെ നന്ദേനെ വിളിച്ചോണ്ട് വരാൻ ചെല്ലുമ്പോൾ നന്ദ ഗൗതം വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പം ആകെ തകർന്നു പോകണം. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരാം എത്രയും പെട്ടെന്ന്. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.